റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് ടെർമിനൽ, സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇവിടങ്ങളിൽ നിന്നും നടന്നെത്താവുന്ന ദൂരം. തിരുവല്ല നഗരകേന്ദ്രത്തിലാണ് നഗരസഭയുടെ അഭിമാന പദ്ധതിയെന്ന് പ്രഖ്യാപിച്ച് ഷീൽ ലോഡ്ജ് തുറന്നത്. ചതുപ്പ് നിലം, റോഡിനേക്കാൾ താഴ്ത്തി തറ കെട്ടി കെട്ടിട നിർമ്മാണം. ആകെ ചെലവ് 48,72,909 രൂപ. 2022 ഏപ്രിൽ മാസം 30-ാം തീയതി പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഷീൽ ലോഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന്റെ അന്ന് വൈകുന്നേരം പൂട്ടിയ ഗേറ്റ് 3 വർഷത്തോടടുക്കുമ്പോഴും തുറന്നിട്ടില്ല. പരിസരമാകെ കാട് പിടിച്ചു. ചുരുക്കത്തിൽ പദ്ധതിക്കായി ചെലവിട്ട തുക വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇതൊരു നല്ലൊരു വിജിലൻസ് അന്വേഷണം തന്നെ ഇതിന് വേണ്ടിയുണ്ടെന്നാണ്. എന്നുവെച്ചാൽ ഈ അശാസ്ത്രീയമായ 50 ലക്ഷം രൂപ മുടക്കിയതാണ്. നമ്മുടെ ജനങ്ങളുടെ 50 ലക്ഷം രൂപയാണ് പോയി കിട്ടിക്കുന്നത്. എന്നിട്ട് ഇതുവരേക്ക് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു അന്വേഷണം നടത്തി ഇത് തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നുള്ളതാണ് തിരുവല്ല വിജിലൻസ് കൗൺസിൽ ആവശ്യപ്പെടുന്നത്. വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ ഏതും ഉണ്ടായില്ലത്രേ. മഴക്കാലത്ത് പരിസരമാകെ വെള്ളമുയരും. സെപ്റ്റിക് ടാങ്ക് പോലും വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ലത്രേ. മനുഷ്യന് ഉപകാരപ്രദമായിട്ടുണ്ടാക്കുമായിരുന്നു. നമുക്ക് അതിനകത്തൊരു സമാധാനമുണ്ട്. ഇത് ഇത്രയും പൈസ മുനിസിപ്പാലിറ്റിയുടെ പോകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പൈസ പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇനി അതിനുവേണ്ടി ഷീൽ ലോഡ്ജായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അരക്കോടിയോളം രൂപ ഒരു പദ്ധതിക്ക് ചെലവിടുമ്പോൾ ശാസ്ത്രീയമായതും പ്രായോഗികമായതുമായ മാർഗം അവലംബിച്ചില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതുതന്നെയാണ് ഷീൽ ലോഡ്ജ് പ്രവർത്തിക്കാൻ കഴിയാത്തതിനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നതും. മഴ പെയ്ത് കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആ മലയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം മൊത്തം ഈ സ്ഥലത്താണ് വന്ന് കെട്ടിയിരിക്കുന്നത്. അവിടെ ഇതുണ്ടാക്കിയത് ഏറ്റവും വലിയ അപാകതയാണെന്ന് പറയും. പക്ഷേ ആ സ്ഥലം അനുയോജ്യമായതാണ്. അല്പം കൂടി ഉയർത്തി ഒരു 2 അടി 3 അടി ഉയർത്തി കോൺക്രീറ്റ് തൂണിലാണ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുമെന്ന്. തുക പാഴാക്കിയ പദ്ധതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. അതേസമയം കുടിവെള്ള കണക്ഷന് ശ്രമം തുടരുകയാണെന്നും അത്യാവശ്യ ഫർണിച്ചറുകൾ കൂടി എത്തുന്ന മുറയ്ക്ക് ഷീൽ ലോഡ്ജ് പ്രവർത്തനം തുടങ്ങുമെന്നും നഗരസഭാ അധ്യക്ഷ പ്രതികരിച്ചു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.